സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ പ്രതിരോധ കരാറിനെ അഭിനന്ദിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടുതൽ അർത്ഥവത്തായ രീതിയിൽ സ്വയം പ്രതിരോധിക്കുന്നതിനുള്ള വലുതും ധീരവും പ്രധാനപ്പെട്ടതുമായ ആദ്യ പടിയെന്നാണ് ട്രംപ് ഈ കരാറിനെ വിശേഷിപ്പിച്ചത്. മിഡിൽ ഈസ്റ്റ് എങ്ങനെ ഒന്നിക്കുന്നുവെന്നും രാജ്യങ്ങൾക്ക് ഒടുവിൽ കൂടുതൽ അർത്ഥവത്തായ രീതിയിൽ സ്വയം പ്രതിരോധിക്കാൻ കഴിയുമെന്നും കരാർ കാണിക്കുന്നു. 3 രാഷ്ട്രങ്ങളുടെയും മഹത്തായ നേതൃത്വത്തിന് അഭിനന്ദനങ്ങൾ. ഇതൊരു വലുതും ധീരവും പ്രധാനപ്പെട്ടതുമായ ആദ്യ പടിയാണ് എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. 3 രാജ്യങ്ങളും മക്ക സംയുക്ത പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചതിന് പിന്നാലെയാണ് ട്രംപിൻ്റെ ഈ പരാമർശങ്ങൾ എന്നതും ശ്രദ്ധേയമാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ദശാബ്ദങ്ങളായി സ്വന്തം സുരക്ഷയ്ക്കായി അമേരിക്കയെ ആശ്രയിച്ചിരുന്ന രാജ്യങ്ങൾ ഇപ്പോൾ പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുകയാണല്ലോ. ഇറാന്റെ ആക്രമണം ഒഴിവാക്കാൻ സൗദി അറേബ്യ ഇറാനുമായി തന്നെ ധാരണ ഉണ്ടാക്കിയതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിന് ഫലവും ഉണ്ടായി. ഒടുവിൽ തുർക്കി, പാകിസ്ഥാൻ, സൗദി കരാറും നിലവിൽ വന്നിരിക്കുന്നു. കരാർ അമേരിക്കയ്ക്ക് ക്ഷീണമാണ്. പക്ഷേ ജാള്യത മറയ്ക്കാൻ ട്രംപ് മക്ക സംയുക്ത പ്രതിരോധ കരാറിനെ അനുകൂലിച്ചിരിക്കുകയാണ്. ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും നടത്തിയ യുദ്ധവും അതിൽ ഗൾഫ് അറബ് രാജ്യങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങളുമാണ് പുതിയ കൂട്ടുകെട്ടുകൾക്ക് വഴിവെക്കുന്നത്. കാര്യങ്ങൾ കൈവിട്ടുപോയ സ്ഥിതിക്ക് യുദ്ധത്തിന് ഇസ്രയേലിനെ പ്രതിക്കൂട്ടിലാക്കി തല ഊരാനാണോ ട്രംപിൻ്റെ ശ്രമം? അറബ് രാജ്യങ്ങൾ സ്വന്തം കാലിൽ നിൽക്കട്ടെ എന്ന് ട്രംപ് നിലപാടെടുത്തത് ഇസ്രയേൽ ഒറ്റയ്ക്ക് അവരെ നേരിടട്ടെ എന്ന പുതിയ നിലപാടിൻ്റെ ഭാഗമായാണോ, അതോ ട്രംപ് ശരിക്കും ആപ്പിലായതാണോ? മലയാളത്തിലൊരു സേയിങ് ഉണ്ട്, പഴഞ്ചൊല്ലാണ്, അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ അടിക്കുക. അമേരിക്ക അടിച്ച വഴി എന്ന് പറയുന്നത് മധ്യപൗരസ്ത്യ പ്രദേശത്തെന്നല്ല, എല്ലായിടങ്ങളിലും തങ്ങളുടെ സേനാ സാന്നിധ്യം ഉണ്ടെങ്കിലേ അവിടങ്ങളിൽ സമാധാനമുണ്ടാകൂ. അമേരിക്കൻ സേനകൾ അനിവാര്യരാണ്. പ്രത്യേകിച്ചും പശ്ചിമേഷ്യ എന്ന സ്ട്രാറ്റജിക് ലൊക്കേഷനിൽ ഇറാനെ തടയാൻ. ഇനി അറബ് ലോകത്തിന് ഇസ്രായേലിൽ നിന്ന് പോലും ഉണ്ടാകാൻ സാധ്യതയുള്ള വെല്ലുവിളികളെ തടയാൻ തങ്ങളുടെ സേനാ സാന്നിധ്യം ഒരു സ്റ്റെബിലൈസേഷൻ ഫോഴ്സായി വർക്ക് ചെയ്യും. ഇതായിരുന്നു അമേരിക്കയുടെ പൊസിഷൻ, അമേരിക്കയുടെ ക്ലെയിം. ഈ ഒരു ക്ലെയിം അല്ലെങ്കിൽ ഈ ഒരു ഗർവ് അഴിഞ്ഞു വീണു, ഈ മുഖപടം അഴിഞ്ഞു വീണു ഇറാൻ യുദ്ധത്തിൽ. അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇറാൻ നിരന്തരം ആക്രമണം നടത്തി. താവളങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. പ്രതിരോധിക്കാൻ കഴിഞ്ഞു എങ്കിൽ പോലും ആ താവളങ്ങൾക്ക് ആതിഥ്യമരുളിയ ആതിഥേയ രാജ്യങ്ങൾ സൗദി, UAE, കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ രാജ്യങ്ങളിൽ നാശനഷ്ടങ്ങളുണ്ടായി. അപ്പോൾ അമേരിക്കൻ സേനകൾ അവിടെ ഉണ്ട് എന്നത് ഒരു ഡിറ്ററൻ്റ് അല്ല, ഒരു പ്രതിരോധമല്ല, ഒരു സാധ്യതയുമല്ല, അതൊരു ബാധ്യതയായി മാറുന്നു എന്ന അറബ് ലോകത്തിൻ്റെ തിരിച്ചറിവ്. ഇത് അമേരിക്കയോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അറബ് ലോകം നേരിട്ടും ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാം പറഞ്ഞതാണ്, ദയവായി നിങ്ങൾ കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കരുത്, ഞങ്ങൾക്ക് ഇറാനെ ആക്രമിക്കണമെന്ന് ആഗ്രഹമില്ല, ഇറാൻ്റെ ആണവ പദ്ധതി എങ്ങനെയെങ്കിലും നിർത്തിവെച്ചാൽ നന്ന്, അതല്ലാതെ ബലപ്രയോഗത്തിലൂടെ ഇറാനെ കീഴ്പ്പെടുത്താനാവില്ല. തങ്ങൾ മുസ്ലിം രാജ്യങ്ങളാണ്, ഈ പേർഷ്യൻ ഗൾഫിന് അഭിമുഖമായി നിൽക്കുന്ന, വടക്കും തെക്കുമായി നിൽക്കുന്ന രാജ്യങ്ങൾ തമ്മിൽ ആത്യന്തികമായി ശത്രുത ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് നല്ലതല്ല. നിങ്ങൾ അങ്ങ് അകലെ കിടക്കുന്ന രാജ്യമാണ് അമേരിക്ക, നിങ്ങൾ വന്ന് ഇവിടെ കുളം കലക്കി ഇട്ടിട്ട് പോയാൽ ഞങ്ങൾക്ക് തട്ടിമുട്ടിയും കഴിയേണ്ടതാണ് ഇവിടെ, അതുകൊണ്ട് ഇടപെട്ട് പോകണം, ദയവായി കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കരുത് എന്ന് അമേരിക്കയോട് കാല് പിടിച്ചു പറഞ്ഞതാണ് UAEയും സൗദിയും ഒക്കെ. ഇതൊന്നും ചെവിക്കൊള്ളാതെ ഇസ്രായേലിൻ്റെ വാക്ക് മാത്രം കേട്ടുകൊണ്ട് അമേരിക്ക ഇറാനെതിരെ യുദ്ധത്തിന് ചാടി പുറപ്പെട്ടപ്പോൾ അനിവാര്യമായി സംഭവിച്ചു. ഇറാൻ പറഞ്ഞ കാര്യം സംഭവിച്ചു. യുദ്ധം തുടങ്ങാനേ നിങ്ങൾക്ക് കഴിയൂ. എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെ അവസാനിപ്പിക്കണം എന്നത് ഞങ്ങൾ തീരുമാനിക്കും. ഈ ഇറാൻ്റെ നിലപാട് ഇപ്പോൾ ഏതാണ്ട് ശരിയായി വന്നിരിക്കുന്നു. അമേരിക്ക യുദ്ധം നിർത്തണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ഇറാൻ യുദ്ധം നിർത്താൻ തയ്യാറല്ല. അമേരിക്ക മുന്നോട്ട് വെക്കുന്ന വ്യവസ്ഥകൾ ഇറാൻ സ്വീകരിക്കുന്നില്ല. കടുത്ത വ്യവസ്ഥകളാണ്, കോമ്പൻസേഷൻ ഉൾപ്പെടെ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ അവസ്ഥയിൽ ഒരു പുനർവിചിന്തനത്തിന് വിധേയരാവുകയാണ് ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ചും സൗദി അറേബ്യ. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യയുടെ വടക്ക് കിഴക്കൻ ഭാഗത്തെ ഹോർമൂസ് കടലിടുക്കും, തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തെ ബാബൽ മന്ദേബ് കടലിടുക്കും. 2 പ്രധാനപ്പെട്ട കടലുകളിലേക്കുള്ള പ്രവേശന കവാടങ്ങളാണ്. റെഡ് സീ, അത് സൗദിയുടെ പടിഞ്ഞാറൻ തുറമുഖങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് റെഡ് സീ. ആ റെഡ് സീ ചോക്ഡാണ്, ഹൂതികൾ ആക്രമിക്കുന്നു. വടക്ക്
വടക്ക് വലിയ സംഘർഷം നടക്കുന്നു. ഇറാനുമായി സംഘർഷത്തിലാണ്. അതുമാത്രമല്ല, ഇറാഖിലെ ഇറാൻ അനുകൂല മിലിഷ്യകൾ സൗദി ആക്രമിക്കാൻ മുതിർന്നിരിക്കുന്നു. അതുകൊണ്ട് സൗദി അറേബ്യ മാറി ചിന്തിച്ചതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് നൽകാനാവാത്ത സുരക്ഷ തങ്ങൾ വേറെ എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ചെടുക്കണം. അതുകൊണ്ട് ഒരു കളക്റ്റീവ് ഡിറ്ററൻസ് എന്ന നിലയിൽ ആക്രമണത്തിന് വേണ്ടിയല്ല, പ്രതിരോധത്തിന് വേണ്ടി ശക്തമായ രാജ്യങ്ങളെ കൂട്ടുപിടിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ വർഷം പാകിസ്ഥാനെ കൂട്ടുപിടിച്ചത്. ആണവ രാജ്യമായ ഇസ്ലാമിക ലോകത്തെ സാമാന്യം വലിയ സൈനിക ശക്തി കൂടിയായ പാകിസ്ഥാനെ കൂട്ടുപിടിച്ചുകൊണ്ട് പാകിസ്ഥാൻ സൗദി കരാർ കഴിഞ്ഞ വർഷം ഉണ്ടായി. അത് കാര്യമായി മുന്നോട്ട് പോയില്ല. കാരണം അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇറാൻ സൗദി ആക്രമണം ഉണ്ടായപ്പോൾ പാകിസ്ഥാൻ ഇറാനെ ആക്രമിക്കാൻ വരേണ്ടതാണ് ആ ബാധ്യതയനുസരിച്ച്. അതുണ്ടായില്ല എന്ന് പറയുമ്പോൾ കരാറുകൾക്കൊക്കെ അത്രത്തോളം അർത്ഥമേ ഉള്ളൂ എന്നുകൂടി വായിക്കണം. പക്ഷേ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിച്ച് തുർക്കിയെ കൂടെ റോപ്പിൻ ചെയ്യുകയാണ്. യൂറോപ്പിലെ പ്രധാനപ്പെട്ട രാജ്യം, ഏഷ്യയിലെ യൂറോപ്പിലുമായി കിടക്കുന്ന നെയ്റ്റോ ശക്തി കൂടിയാണ് തുർക്കി എന്ന് ഓർക്കണം. അമേരിക്കയുടെ സായുധ സഖ്യമായ, യൂറോപ്പിൻ്റെ സായുധ സഖ്യമായ നെയ്റ്റോയിലെ രണ്ടാമത്തെ വലിയ സേനയാണ് തുർക്കിയുടേത്. സ്വന്തമായി ആയുധങ്ങൾ ഉണ്ടാക്കുന്നു. മിലിറ്ററി ഡിഫൻസ് റിസർച്ച് വളരെ ഗംഭീരമായി നടക്കുന്നു. ഡ്രോണുകളുടെ അതിവിപുലമായ ഒരു ശേഖരമുണ്ട്. തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്ന ഡ്രോൺ ആൻഡ് മിസൈൽ ടെക്നോളജിയുണ്ട്. കപ്പലുകളുണ്ട്, അന്തർവാഹിനികളുണ്ട് എന്ന് വേണ്ട വിമാനങ്ങളും തന്നെ ഉണ്ടാക്കുന്ന രാജ്യമാണ് തുർക്കി എന്നോർക്കണം. തുർക്കിയും പാകിസ്ഥാനും തമ്മിൽ ഒരു സവിശേഷമായ ബന്ധം ഇപ്പോൾ തന്നെയുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്തൊക്കെ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉയർത്തുന്ന കാര്യവുമായിരുന്നു. തുർക്കി കപ്പലുകളൊക്കെ പാകിസ്ഥാൻ തുറമുഖം കറാച്ചി തുറമുഖത്ത് വന്നത് ഒക്കെ തന്നെ നമ്മൾ ആ സമയത്ത് റിപ്പോർട്ട് ചെയ്തതുമാണ്. അങ്ങനെ ഇപ്പോൾ 3 രാജ്യങ്ങൾ ഒരുമിച്ച് വരുന്നു. ഇത് 3ഉം അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളുമാണ്. അതാണ് രസകരമായ കാര്യം. പക്ഷേ അമേരിക്കയെ കോൺഫിഡൻസിൽ എടുക്കാതെ തങ്ങളുടെ വഴി പുതിയതായി വെട്ടി തുറക്കുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കയ്ക്ക് മുഖത്ത് അടിയേറ്റതുപോലെയായി. പാകിസ്ഥാൻ അമേരിക്ക തന്നെ ചർച്ചയ്ക്കായി നിയോഗിച്ച രാജ്യമാണ്, മധ്യസ്ഥ ചർച്ചയ്ക്കായി. ഇറാൻ അമേരിക്ക വിഷയത്തിൽ മധ്യസ്ഥ രാജ്യമായി സ്വീകരിക്കാൻ അമേരിക്ക മനസ്സ് കാട്ടിയ രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് ഓർക്കണം. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയുമായും പാകിസ്ഥാൻ്റെ സേനാ മേധാവി അസീം മുനീറുമായും എല്ലാം അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തിപരമായ നല്ല ഇക്വേഷൻസ് ആണുള്ളത്. എർദോഗാനുമായി തുർക്കിയുടെ പ്രസിഡന്റ് തയ്യിബ് എർദോഗാൻ ഒരു ഏകാധിപത്യ പ്രവണത കാട്ടുന്ന ആളാണ്. പക്ഷേ തുർക്കിയെ അവഗണിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാനാവില്ല. തുർക്കിക്ക് റഷ്യയുമായും ബന്ധമുണ്ട്. അവിടെ തുർക്കിയെ കൂടെ നിർത്തേണ്ട ആവശ്യം അമേരിക്കയുടേത് കൂടിയാണ്. ആ തുർക്കിയും സൗദി അറേബ്യ എക്കാലത്തും അമേരിക്കൻ ചൊൽപ്പടിയിൽ നിന്ന രാജ്യമാണ്. അങ്ങനെയുള്ള 3 രാജ്യങ്ങൾ ഞങ്ങളുടെ സുരക്ഷ ഞങ്ങൾ നോക്കിക്കൊള്ളാം, അമേരിക്കയോട് വേണ്ടാന്നൊന്നും പറഞ്ഞില്ല. സമാന്തരമായി പുതിയ സുരക്ഷാ സംവിധാനം സ്വീകരിക്കുമ്പോൾ അമേരിക്ക എന്തു പറയുമെന്നായിരുന്നു ഇതുവരെയുള്ള ലോകത്തിൻ്റെ ആശങ്ക. ഒരുപക്ഷെ അതിനെ പുച്ഛിച്ച് തള്ളുമോ എന്ന് പലരും വിചാരിച്ചു. പക്ഷേ ട്രംപിൻ്റെ പ്രസ്താവനയൊന്നും വന്നില്ല. ഒരുപക്ഷെ അതിനെ വിമർശിക്കും. നിങ്ങൾക്ക് ഈ സമയത്ത് ഇത് ചെയ്യേണ്ട കാര്യം വല്ലതും ഉണ്ടായിരുന്നോ? ഞങ്ങൾ ഉണ്ടായിരുന്നല്ലോ അവിടെ, പിന്നെ എന്തിനാണ് വേണ്ടാത്ത കക്കപ്പൊന്ന് തേടി എന്തിനു പോകണം? നല്ല ഒന്നാന്തര മൂതിക്കാച്ചിയ പൊന്ന് ഞങ്ങളുടെ രൂപത്തിൽ ഉണ്ടല്ലോ. ഇതൊക്കെ പറയുമെന്നാണ് വിചാരിച്ച ട്രംപല്ലേ ആള്. പക്ഷെ ഇതൊന്നുമല്ല പറഞ്ഞത്, വ്യത്യസ്തമായ കാര്യമാണ്. ഞങ്ങളിതാ അമേരിക്ക സ്വാഗതം ചെയ്യുന്നു. വളരെ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് പറയുന്നത് കേട്ടോ. പക്ഷേ എങ്കിലും അമേരിക്ക ഈ ത്രിരാഷ്ട്ര സഖ്യത്തെ സൗദി, തുർക്കി, പാകിസ്ഥാൻ സൈനിക സഹകരണ സഖ്യത്തെ എൻഡോഴ്സ് ചെയ്യുന്നു, വെൽക്കം ചെയ്യുന്നു, സർവാത്മന സ്വാഗതം ചെയ്യുന്നു. റീജിയണൽ സ്റ്റെബിലിറ്റി, റീജിയണൽ സേഫ്റ്റി, അത് ഗ്ലോബൽ സെക്യൂരിറ്റിക്ക് ആവശ്യമാണ്. പ്രാദേശികമായ സഖ്യങ്ങൾ ഉണ്ടാകുന്നതിന് തങ്ങൾ എതിരല്ല. ഇറ്റ് ഈസ് കോംപ്ലിമെൻ്ററി ആൻഡ് നോട്ട് കോമ്പറ്റേറ്റീവ്. ഇതാണ് ട്രംപ് പറയുന്നത്. കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ എന്താ? അമേരിക്ക നൽകുന്ന സുരക്ഷ അതിനെ ഒരു ലെവൽ കൂടി ഉയർന്നതാക്കും. ഇറാനെതിരെ അമേരിക്ക നൽകുന്ന സുരക്ഷ എന്ന് വേണം വ്യാഖ്യാനിക്കാൻ. പക്ഷേ ഏറ്റവും രസകരമായ കാര്യം, ഈ സഖ്യം ഒരു രാജ്യത്തിനും എതിരെ ഉള്ളതല്ല എന്നാണ് 3 രാജ്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. തുർക്കിയും സൗദിയും പാകിസ്ഥാനും പറഞ്ഞിരിക്കുന്നത് ഇത് ഇറാനെതിരെയുള്ള സഖ്യമല്ല. ഇറാനും വെൽക്കം ചെയ്തിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് വെൽക്കം ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇറാൻ ഇങ്ങനെ ഒരു സഖ്യത്തെ വെൽക്കം ചെയ്തു. അതേതർത്ഥത്തിലാണ് ബാഹ്യശക്തികൾ ഇവിടെ വന്ന് കളിക്കുന്നതിനേക്കാൾ നല്ലത് ഈ മേഖലയിലെ രാജ്യങ്ങൾ പരസ്പരം സുരക്ഷാ ഏർപ്പാടുകൾ, അറേഞ്ച്മെന്റ്, സഹകരണം പുലർത്തുന്നത് സ്വാഗതാർഹമെന്നാണ് ഇറാന്റെ പരമോന്നത നേതൃത്വത്തിൽ നിന്നും വന്ന വാക്കുകൾ. അപ്പോൾ പിന്നെ ഈ സഖ്യത്തെ ആരും എതിർക്കുന്നില്ല. പക്ഷെ ആത്യന്തികമായി ഇങ്ങനെ ഒരു ഇസ്ലാമിക നെയ്റ്റോ എന്നുകൂടി, ഇസ്ലാമിക് നെയ്റ്റോ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? നെയ്റ്റോ എന്ന അമേരിക്കൻ നെയ്റ്റോയുടെ അല്ലെങ്കിൽ യൂറോപ്യൻ അമേരിക്കൻ നെയ്റ്റോയുടെ ആർട്ടിക്കിൾ 5 കാണുന്ന കളക്റ്റീവ് സെക്യൂരിറ്റി, അതായത് കൂട്ടായ സുരക്ഷ, കളക്റ്റീവ് സെക്യൂരിറ്റിയുടെ പ്രതിഫലനമാണ് ഇവിടെയും കാണുന്നത്. ദ പ്രിൻസിപ്പിൾ ഇസ് സെയിം, അതായത് 1 for all and all for one
ഏതെങ്കിലും രാജ്യം ആക്രമണ വിധേയമായാൽ, തുർക്കി അല്ലെങ്കിൽ സൗദി ആക്രമണ വിധേയമായാൽ 3 രാജ്യങ്ങളും ചേർന്ന് ആക്രമണകാരിയെ ഒറ്റപ്പെടുത്തുകയും ആക്രമണ വിധേയമായ രാജ്യത്തെ സഹായിക്കുകയും ചെയ്യും. ഏതാണ്ട് യുണൈറ്റഡ് നേഷൻസ് പോലും ആ രീതിയിലുള്ള കളക്റ്റീവ് സെക്യൂരിറ്റി അനുസരിച്ചാണ് രൂപപ്പെട്ടത് എന്ന് ഓർക്കണം. അതുകൊണ്ടാണ് ഇതിനെ ഇസ്ലാമിക ലോകത്തെ ഒരു പുതിയ സംരംഭം നെയ്റ്റോ, അമേരിക്കയുടെ കാഴ്ചപ്പാടിലൂടെ മാത്രം കണ്ടാൽ പോരാ സെക്യൂരിറ്റി കൺസേൺസ്. അതിന് ഇസ്ലാമിക ലോകത്തിന് അതിൻ്റേതായ ഒരു കാഴ്ചപ്പാട് വേണം. ആ കാഴ്ചപ്പാടിൽ 3 രാജ്യങ്ങളും മറുപക്ഷത്ത് നിർത്തുന്നത് ഇറാനെ മാത്രമല്ല, അത് ഇസ്രയേലിനെയാണെന്ന് ഓർക്കണം. അതുകൊണ്ട് ആത്യന്തികമായി ഇറാൻ വിരുദ്ധമെന്ന് പ്രാഥമികമായി തോന്നാമെങ്കിലും അമേരിക്കൻ അനുകൂല രാജ്യമായ ഇസ്രയേൽ വിരുദ്ധമാകാൻ സാധ്യതയുള്ള ഒരു കൂട്ടുകെട്ടാണ് ഇത്. ആത്യന്തികമായി അമേരിക്കയുടെ ഒരു സാന്നിധ്യത്തെയും, ഇങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയിലുള്ള സുരക്ഷ ഉണ്ടല്ലോ, പിന്നെ നിങ്ങളുടെ ആവശ്യമില്ലല്ലോ, കടക്ക് പുറത്ത് എന്നല്ല, നിങ്ങൾ ഇനിയും താങ്ക് യു വെരി മച്ച്, ഗുഡ് ബൈ എന്ന് പറയാവുന്ന രീതിയിലായാൽ അമേരിക്കയ്ക്ക് വലിയ അടിയാണ്. അതുകൊണ്ട് ട്രംപ് ബുദ്ധിപരമായി, ഇക്കാര്യത്തിലെങ്കിലും ട്രംപ് ബുദ്ധിപരമായി ഒരു നിലപാടെടുത്തു. അതുകൊണ്ട് ജാള്യതയുണ്ട് അമേരിക്കയ്ക്ക്, മുഖത്ത് വല്ലാത്ത ജാള്യതയുണ്ട് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ. പക്ഷേ ഈ ജാള്യതയെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഞാനിതാ സ്വാഗതം ചെയ്യുന്നു, നിങ്ങളായി നിങ്ങളുടെ പാടായി നിങ്ങളുടെ സുരക്ഷ നിങ്ങൾ നോക്കിക്കോളൂ, ഞങ്ങൾ പുറകിൽ നിന്ന് സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേലിനെ, ഒരുപക്ഷെ ഇസ്രയേലിനെ അങ്ങ് ചേർത്ത് പിടിക്കും, ഇതിനെ വിമർശിച്ചുകൊണ്ട് ഇസ്രയേലിനെ അങ്ങ് ചേർത്ത് പിടിക്കും എന്ന നിലപാടല്ല അമേരിക്ക എടുത്തത്. മറിച്ച് അറബ് രാജ്യങ്ങളെ പ്രകോപിപ്പിക്കാതെ, ഇസ്ലാമിക ലോകത്തെ പ്രകോപിപ്പിക്കാതെ, അമേരിക്കയ്ക്ക് ഇസ്ലാമിക ലോകത്ത് കുറഞ്ഞു വരുന്ന ജനപ്രീതി, വിശ്വാസ്യത, അംഗീകാരം ഇതെല്ലാം തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഭാഗമായി ഇങ്ങനെയൊരു നീക്കം ഇസ്ലാമിക ലോകത്ത് വരുമ്പോൾ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് വളരെ വൈകിയെങ്കിലും തൻ്റെ സ്വന്തം പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ ലോകത്തെ അറിയിക്കാൻ ഡൊണാൾഡ് ട്രംപ് പ്രേരിതമായിരിക്കുന്നു. ഇത് പ്രേരിതമായിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ അത് സ്വമനസാല ചെയ്തു എന്നല്ല. ഓടി എന്ന് പറയുന്നതും പട്ടി കടിക്കാൻ വന്നപ്പോൾ ഓടി എന്ന് പറയുന്നതും ഓടേണ്ടി വന്നു എന്ന് പറയുന്ന 2 കാര്യങ്ങളാണ്. ഓടേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഓടി എന്ന് പറയുന്ന ഒരു കർമ്മം മാത്രമാണ്. ആ സാഹചര്യം വിശദീകരിക്കുന്നത് ഓടേണ്ടി വന്നു, അംഗീകരിക്കേണ്ടി വന്നു. അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ സർവാത്മന അംഗീകരിച്ചതാണ്. പക്ഷേ അംഗീകരിക്കാൻ നിർബന്ധിതരായി അമേരിക്ക അങ്ങനെ നിൽക്കുന്നു. അതുകൊണ്ട് അമേരിക്കൻ പ്രഭാവം മധ്യ പൗരസ്ത്യ പ്രദേശത്തെ കുറഞ്ഞു വരുന്നു എന്നതിൻ്റെ ഒരു സൂചനയായി ഇതിനെ കാണാം. അത് അമേരിക്ക കൂടി മനസ്സിലാക്കുന്നു, പ്രായോഗികമായി ചിന്തിക്കുന്നു എന്ന സൂചന കൂടി ഇവിടെ ലഭിക്കുന്നു. നമസ്കാരം.